അരുണാചലിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റാനുള്ള ചൈനയുടെ നീക്കങ്ങളെ തള്ളി ഇന്ത്യ. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ബന്ധങ്ങളെ ബാധിക്കുമെന്ന് സൂചനയും നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രദേശത്തിന് സാങ്കല്പിക പേരുകൾ നൽകി അടിസ്ഥാനരഹിതമായ വിവരണങ്ങൾ സൃഷ്ടിക്കാനുള്ള ചൈനയുടെ നീക്കം യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്നും എന്നാൽ ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങളെ ഇത് ബാധിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഭൂപ്രദേശത്തിന്റെ ഭാഗമായ സ്ഥലങ്ങൾ സാങ്കല്പിക പേരുകൾ നൽകാനുള്ള ചൈനയുടെ കുസൃതി നിറഞ്ഞ ശ്രമങ്ങളെ ഇന്ത്യ അർഹിക്കുന്ന ഗൗരവത്തോടെ തള്ളിക്കളയുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഞായറാഴ്ച പറഞ്ഞു. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലും 2024 ഏപ്രിലിലും അരുണാചൽ പ്രദേശിലെ ചില സ്ഥലങ്ങളുടെ പേര് മാറ്റാൻ ചൈന ശ്രമിച്ചപ്പോൾ ഇന്ത്യ രൂക്ഷമായി പ്രതികരിച്ചിരുന്നു. ഇന്ത്യയുടെ ഭാഗമായ സ്ഥലങ്ങൾക്ക് സാങ്കല്പിക പേരുകൾ നൽകാനുള്ള ചൈനീസ് ഭാഗത്തിന്റെ ഏതൊരു ദുഷ്ടശ്രമങ്ങളെയും ഇന്ത്യ ശക്തമായി തള്ളിക്കളയുന്നുണ്ട്. തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കാനും അടിസ്ഥാനരഹിതമായ കഥകൾ നിർമ്മിക്കാനുമുള്ള ചൈനയുടെ ഇത്തരം ശ്രമങ്ങൾക്ക് അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള ഈ സ്ഥലങ്ങളും പ്രദേശങ്ങളും ഇന്ത്യയുടെ അവിഭാജ്യവുമായ ഭാഗമായിരുന്നുവെന്ന് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ല. ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധം സ്ഥിരപ്പെടുത്തുന്നതിനും സാധാരണ നിലയിലാക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളിൽ നിന്നും ചൈനീസ് ഭാഗത്തിന്റെ ഈ നടപടികൾ വ്യതിചലിക്കുന്നതായി ജയ്സ്വാൾ പറഞ്ഞു. ബന്ധങ്ങളിൽ നിഷേധാത്മകത കുത്തിവെക്കുന്നതും മെച്ചപ്പെട്ട ധാരണ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമായ പ്രവർത്തനങ്ങളിൽ നിന്നും ചൈന വിട്ടുനിൽക്കണം. ഈ വിഷയത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ജയ്സ്വാൾ. കഴിഞ്ഞ 1.5 വർഷമായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സുസ്ഥിരമാക്കാനും സാധാരണ നിലയിലാക്കാനും നടത്തുന്ന ശ്രമങ്ങളെ ഇത്തരം നടപടികൾ പിന്നോട്ടടിക്കുമെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ബന്ധങ്ങളിൽ നിഷേധാത്മക കുത്തിവെക്കുന്നതും പരസ്പര ധാരണയുണ്ടാക്കാനുള്ള ശ്രമങ്ങളെ തകർക്കുന്നതുമായ നടപടികളിൽ നിന്നും ചൈന വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അരുണാചൽ പ്രദേശിനെ സാങ്നാൻ എന്നാണ് ചൈന വിളിക്കുന്നത്. തെക്കൻ ടിബറ്റിന്റെ ഭാഗമാണ് ഈ പ്രദേശമെന്നാണ് ചൈനയുടെ വാദം. 2017 ചൈനീസ് സിവിൽ അഫയേഴ്സ് മന്ത്രാലയം ആദ്യമായി 6 സ്ഥലങ്ങൾക്ക് സ്വന്തം നിലയിൽ പേരുകൾ നൽകി പട്ടിക പുറത്തിറക്കിയത്. 2021 15 സ്ഥലങ്ങൾക്കും 2023 11 സ്ഥലങ്ങൾക്കും ഇത്തരത്തിൽ പേര് നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ പുതിയ പട്ടികയും പുറത്തുവിട്ടിരിക്കുന്നത്. 2020 കിഴക്കൻ ലഡാക്ക് അതിർത്തി തർക്കത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏറ്റവും മോശം അവസ്ഥയിലായിരുന്നു. തുടർന്ന് നയതന്ത്ര സൈനിക തലങ്ങളിൽ നടന്ന ചർച്ചകളിലൂടെ ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നതിനിടയിലാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് വീണ്ടും പ്രകോപനപരമായ നീക്കം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ്യിലും ഈ വർഷം ഏപ്രിലിലും ചൈന സമാനമായ നീക്കങ്ങൾ നടത്തിയപ്പോൾ ഇന്ത്യ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്നും ചൈനയ്ക്ക് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള 2 ആഴ്ചത്തെ ദുർബലമായ വെടിനിർത്തൽ നിലനിൽക്കുന്നില്ലെന്ന ആശങ്കകൾ ഉയരുന്നതിനിടെ ഇറാനിലേക്ക് ആയുധങ്ങൾ അയച്ചാൽ ചൈന വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. വൈറ്റ് ഹൌസിൽ നിന്നും മിയാമിയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ട്രംപ് ചൈന അങ്ങനെ ചെയ്താൽ ചൈനയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും പറഞ്ഞെങ്കിലും കൂടുതൽ വിവരങ്ങൾ നൽകിയില്ലെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.